ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഈ വെള്ളിയാഴ്ച നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ്. അബ്ബാസിയിൽ നിന്നും 40 നമ്പർ റോഡ് ഇറങ്ങി 306 പിടിച്ച് നേരെ വഫ്രയിൽ കുറേ ഫാമുകളൊക്കെ സന്ദർശിക്കാണ്ട് നല്ല കാഴ്ചകളുണ്ടെന്നൊക്കെ കേട്ടു. അപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് തന്നെ നല്ല കാഴ്ചകളാണ്. ഒരു സൈഡ് മരുഭൂമി. നമ്മളവിടെ എത്തി. നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് ഈ ഫാമിൻ്റെ മുന്നിൽ. പുറത്ത് തന്നെ ഒരു ചെടികളൊക്കെ വിൽക്കുന്നൊരു കട ഉണ്ട്. അങ്ങനെ ഫാമിൻ്റെ മുന്നിലെത്തി. ദാർ മറാഫി ഫാമാണ്. ദാർ മറാഫി ഫാം വഫ്ര. നമ്മൾ ഫാമിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഫ്രീ എൻട്രി ആണ്, എൻട്രി ഫീസൊന്നുമില്ല. ഈ നവംബർ മാസം പകുതി ആയതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥയാണ്. അധികം ചൂടില്ല, അധികം തണുപ്പില്ല. ഫാമൊക്കെ സന്ദർശിക്കാൻ പറ്റിയ സമയമാണ്. ഒരു പോസിറ്റീവ് എനർജി തരുന്ന കാഴ്ച തന്നെയാണ് ഈ ഫാമിൻ്റെ മുൻഭാഗം. നമ്മൾ കുറച്ച് നടന്ന് വലത്തോട്ട് തിരിഞ്ഞപ്പോൾ ചെറിയൊരു റെസ്റ്റോറൻറ്റ് കഫേയൊക്കെ ഉണ്ട്. അതിനുള്ളിലേക്ക് കടന്നു. ഇവിടെ ചെറിയൊരു സ്കേറ്റിംഗ് ഏരിയ ഉണ്ട്. പിള്ളേർക്കൊക്കെ കളിക്കാൻ, ഐസ് സ്കേറ്റിംഗ് അല്ല, അല്ലാതെ പിള്ളേർക്കൊക്കെ സാധാരണ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. അതോടൊപ്പം തന്നെ റെസ്റ്റോറൻറ്റ്. നമുക്ക് ഭക്ഷണമൊക്കെ വാങ്ങി അവിടെ ഇരുന്ന് കഴിക്കാം. നല്ല വൃത്തിയൊക്കെ ഉള്ള ഏരിയയാണ്. അവിടെ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ വിശാലമായ വാക്കിംഗ് ഏരിയ ആണ്. പിന്നെ ഫിഷ് പോണ്ടുണ്ട്. നമ്മൾ അതിനുള്ളിലേക്ക് കടന്നു. ഈ കുളത്തിൽ പ്രത്യേകിച്ച് മീനുകളൊന്നുമില്ല. ഈ കുളം നമ്മളെ നിരാശപ്പെടുത്തിയിട്ടാണ്. അതാ കിടക്കുന്നു മീനുകൾ. വർണ്ണ മത്സ്യങ്ങൾ ഉണ്ടോ? വർണ്ണ മത്സ്യങ്ങൾ ഇങ്ങനെ നീന്തി തുടിക്കുകയാണ് ഇതിൽ. അടിപൊളി. അടിപൊളി. ഇപ്പം നമുക്ക് മൃഗങ്ങൾ, പക്ഷി മൃഗാദികളുടെ ഭാഗത്തേക്ക് നടന്നു. നമ്മൾ പക്ഷികളെ കണ്ടു തുടങ്ങി. കൂട്ടിലടച്ച തത്തകൾ. മുയലുകളുണ്ട്. കണ്ടോ, നല്ല ഇണക്കുള്ള ഇനമാണ്. വർത്താനം പറയുന്ന തത്തകൾ കേട്ടതൊക്കെ. പ്രത്യേക ഇനം കോഴികൾ. മുയലുകൾ. മരപ്പട്ടി നമ്മൾ കേട്ടിട്ടുള്ളൂ കേട്ടോ. മരപ്പട്ടിയെ കണ്ടു ഇവിടെ സംഭവം. അങ്ങനെ മരപ്പട്ടീനെ കണ്ട്. മരപ്പട്ടി മരത്തിൽ തൂങ്ങിക്കിടക്കുകയാണ്. കണ്ടോ, പോമറിയൻ പട്ടിയെ പോലുള്ളൊരു കോഴി. അടിപൊളി. സത്യയോട് സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷെ ആള് എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ പറയുന്ന ഭാഷ പുള്ളിക്ക് മനസ്സിലാവണില്ല. പിന്നെ ഇതാ പുറത്ത് ഒരുപാട് ഒരുപാട് ഇനം പ്രാവുകളുണ്ട്. നമ്മുടെ കുഴികൻ എന്ന് പറയപ്പെടുന്ന ആളുണ്ട്. പുള്ളി ഉണ്ട് കേട്ടോ അവിടെ കെട്ടിയിട്ടിരിക്കുക. അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്ത ഗാർഡൻ.
വിശാലമായ ഏരിയ. യാത്രാക്ഷീണം മാറ്റാൻ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കുണ്ട്. കഫേകൾ ഉണ്ട്. അതുപോലെ തന്നെ ലേഡീസ് ജെൻസ് ബാത്റൂമുകൾ ഒരേ സൗകര്യമുണ്ട്. ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് ഉപ്പിലിട്ടത് അതുപോലത്തെ സംഭവങ്ങൾ ചീസൊക്കെ വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. കുതിരസവാരി, കുതിരപ്പുറത്ത് കയറാം. അതിന് പ്രത്യേക ഫീസുണ്ട്. പിന്നെ ഈ നടപ്പന്തൽ കണ്ടോ, ഇതിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. രാത്രി വൈകുന്നേരം നല്ല കാഴ്ചയായിരിക്കും. കുതിരവണ്ടിയുണ്ട്, കുതിര സവാരി ചെയ്യാം. പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ വെച്ച് പോകുന്ന കുതിരവണ്ടിയാണ്. ഇവിടെ ചെറിയൊരു തടാകം, കൃത്രിമ തടാകത്തിൽ അരയന്നങ്ങൾ നീന്തി കളിക്കുന്നു. അതിന് കുറുകെ പാലങ്ങൾ നിർമ്മിച്ച് നല്ല ഭംഗിയായിട്ട് നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയും കുറച്ച് പ്രാവുകൾ, പക്ഷികളുണ്ട്. അതുപോലെ കുറച്ച് ആടുകളുണ്ട്. പ്രത്യേക ഇനം ആടുകൾക്ക് നടക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അവർ ഇങ്ങനെ പാലത്തിലൂടെ കയറി ഇറങ്ങി കളിക്കുകയാണ്. അങ്ങനെ നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു പ്രത്യേക ഏരിയയാണത്. അടുത്തിവിടെ കണ്ടോ കൈമ, അതായത് താൽക്കാലിക ഷെഡുകളുണ്ട്. ഇവിടെ നമുക്കത് ഒരു ദിവസത്തേക്ക് റെൻറ്റിന് എടുത്തിട്ട് നമുക്കവിടെ അത് യൂസ് ചെയ്യാം. 15 പേർക്ക്, 10 പേർക്ക്, 20 പേർക്ക്, അങ്ങനെയാണ് ഓരോ കണക്കുകൾ. അതിന് പ്രത്യേക ഫീസാണ്. നമുക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കാം. അതിനോടനുബന്ധിച്ച് ഇതവിടെ വലിയൊരു പൂന്തോട്ടം ചട്ടികളിൽ ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാം. പൂക്കൾ, ചെടികൾ നമുക്ക് പുറമേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ കുറഞ്ഞ പൈസയാണ് ഡയറക്റ്റ് ഫാമിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ. ഒരുവിധം എല്ലാ ഇനങ്ങളും ഉണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കണ്ടോ ഈ പൂച്ചെടികൾ. നമ്മുടെ നാട്ടിലെ വാഴകളടക്കം കൂടെ ഉണ്ട്. അതെല്ലാം കണ്ട് പുറത്തിറങ്ങിയ അടുത്ത ഏരിയ എന്ന് പറയുന്നത് കഫേകളും കളിസ്ഥലങ്ങളുമാണ്. റൈഡുകളുണ്ട്. അതിനൊക്കെ പ്രത്യേകം ഫീസാണ്. വലിയവർക്കും ചെറിയവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ റൈഡുകളുണ്ട് ഇവിടെ. അങ്ങനെ ഹൃദ്യമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഏകദേശം ഒരു 4 മണിക്കൂറോളം ഈ ഫാമിൽ ചെലവഴിച്ചു. വളരെ മനോഹരമായ കാഴ്ചകളും അന്തരീക്ഷമായിരുന്നു. എൻജോയ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്.